ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വീടിൻ്റെ മുമ്പിലാണ്, നമ്മുടെ കാനഡയിലത്തെ വീടിൻ്റെ മുമ്പിൽ. അപ്പോൾ എന്നോട് പലരും ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു, അതായത് എടാ ഒരു ഹോം ടൂർ ആവട്ടെ അടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയൊരു സാധനം എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കുക എന്നുള്ള സന്തോഷമാണ്. കാരണം ഇപ്പോൾ നമ്മൾ വെറുതെ കഷ്ടപ്പാടിൻ്റെ കഥ മാത്രം പറഞ്ഞാൽ പോരാ. നമ്മളൊന്ന് കാണിക്കുന്നത് വീടിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും കാണിക്കുമ്പോൾ അതിനകത്ത് നമ്മളുടെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിനുവേണ്ടി നമ്മൾ ചിലവാക്കിയ ആ ഒരു സമയങ്ങളും കംപ്ലീറ്റ് അല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം പുതിയ വീടുകളാണ് കംപ്ലീറ്റ്. ഇവിടെ നിന്ന് രണ്ടാമത്തെ വീട്, അതായത് ഈ വീടിൻ്റെ നമ്മുടെ വീട് സത്യം പറഞ്ഞാൽ ഇതാണ്, ഈ കാണുന്ന വീട്. ഈ വീടിൻ്റെ ഇപ്പുറത്തെ വീട്, ഇതിൻ്റെ ആ വീടാണ് മൂന്നാമത്തെ വീടാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്ന കണ്ട വീട്. നമ്മുടെ കാറ്, നമ്മുടെ നിസാൻ നമ്മുടെ വിട്ടുപോയല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു യൂസ്ഡ് കാറ്, പുതിയ കാറ് നമ്മൾ മേടിച്ച് നമ്മൾ കൊണ്ടു നടക്കണം ഇപ്പോൾ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. നല്ല സ്നോയാണ്, നല്ല തണുപ്പാണ്. കണ്ടില്ലേ, സ്നോ നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ്. മഞ്ഞിങ്ങനെ മൂടി കിടക്കാണ് ഗ്രാൻഡായിട്ട്. ഈ സാധനം കാണാൻ മാത്രമേ കൊള്ളുള്ളൂ, അനുഭവിക്കാനായിട്ട് ഒന്നിനും കൊള്ളൂല. എന്നാ വാ നമുക്ക് അകത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കടന്നു. ഐശ്വര്യമായിട്ട് അടിപൊളി. മാർക്ക് ഇതാണ് നമ്മുടെ പ്രെയർ ഹാള്. ശരിക്ക് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റൂം എന്ന് പറയണത് ശരിക്ക് ഇവിടുത്തെ ഒരു സ്റ്റൈലിൽ ഡൈനിങ് ഹാളാണ് ശരിക്ക്. പക്ഷെ നമ്മൾ ഈ വീട് പണിയാനായിട്ട് ഇവിടെ വന്ന് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പ്രെയർ ഹാളാക്കാന്ന്. അപ്പോൾ നമ്മളിവിടെ ശരിക്ക് ഒരു പ്രെയർ ഹാളാക്കി. നമ്മളിവിടെ സ്വിച്ചിൻ്റെ കൂടെ ഒരു ഡിമ്മർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനം താത്തി കഴിഞ്ഞാൽ കണ്ടാ നല്ല അടിപൊളിയൊരു പ്രെയർ ഹാള്. കാരണം നമ്മൾ ഇത്രയും കുറേ കാലം കഷ്ടപ്പെട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീട് പണിയുന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഈ മുകളിൽ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് കാര്യങ്ങളിലേക്ക് നമ്മളിവിടെ വെച്ചത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് തന്നെ നമ്മൾ ആ സാധനം അന്ന് നൈസായിട്ട് നമ്മൾ ചെയ്തെടുത്ത്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഫർണിച്ചറുകളും കാര്യങ്ങളും എല്ലാം എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു ഫേവറേറ്റ് കളറാണല്ലോ ഈ ബ്രൗൺ. അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോവുകയാണെങ്കിൽ നമ്മുടെ ഹാളിൽ അതിവിശാലമായി നമ്മുടെ ചെക്കൻ ഇരുന്ന് ഒരു ഹായ് പറഞ്ഞടാ. ഹായ്. അപ്പോൾ ഇത് ഹാള്. നമ്മുടെ ഈ ഹാളിൽ ഇരിക്കുന്നത് നമ്മുടെ ടി വി. നമ്മുടെ ഈ ടി വിക്ക് നമ്മുടെ മൂത്ത മോൻ്റെ പ്രായമുണ്ട്, രണ്ടാമത്തെ മോൻ്റെ പ്രായമുണ്ട്, ഏകദേശം 10 കൊല്ലം. ഇവിടെ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്, നമ്മുടെ മണി പ്ലാന്റ് അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നമ്മുടെ മകൻ്റെ പടം വര ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു തല ഇരിക്കണണ്ട. ഇതൊക്കെ അവൻ്റെ കലാവിരുതാ, രണ്ടാമത്തോൻ്റെ. മൂത്തോൻ പണിതാണ് ഈ കുഞ്ഞ് വീട്, കോഫി സ്റ്റിക്ക് എല്ലാം വെച്ചിട്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ നമ്മുടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു കാര്യം കാണിച്ചിട്ടാണെന്ന് വെച്ചാൽ ഈ പാട് കണ്ട നിങ്ങൾ. ഇത് നമ്മുടെ മോൻ ഇവിടെ നൈസായിട്ട് റിമോട്ട് എടുത്ത് എറിഞ്ഞതാ. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ ഈ ജിപ്സം ബോർഡ് പോലത്തെ ബോർഡാണ്, അല്ലാതെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഗംഭീരമായിട്ടുള്ള എന്താ പറയുക നല്ല അടിപൊളി ചുമരൊന്നല്ല. പിന്നെ ഈ സീലിങ്ങിൽ ലൈറ്റ് കണ്ട ഒരു 9 ലൈറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ 9 ലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ ഇപ്പോൾ രാത്രി സമയമാണ്, ഇത്രയും വെളിച്ചം ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി വേണം. നമ്മൾ ഡിമ്മർ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്ന് വെച്ചെങ്കിൽ ഇത് കണ്ട ഇങ്ങനെ കുറച്ചും കൂട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഏരിയ. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ആണ്, ഡൈനിങ്ങിൻ്റെ ഏരിയ ഇത്. പിന്നെ ഏറ്റവും നമുക്ക് പുറകിലേക്ക് പോവാനായിട്ട് നമ്മുടെ ഡോറ്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് എന്ന് പറഞ്ഞ സാധനം. കണ്ട ഏക്കർ കണക്കിന് സ്ഥലമാണ് ഞാൻ അവിടെ മേടിച്ചിട്ടേക്കണേ. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക. ഇത് സംഭവം എന്താ വെച്ചാൽ പുതിയ പ്രൊജക്റ്റ് അതിൻ്റെ പേരിൽ ഇനി ഇവിടേക്കും വേറെ സാധനങ്ങൾ വരാനായിട്ട് ഒരുപാട് നമുക്ക് കാലതാമസമുണ്ട്, പെട്ടെന്നൊന്നും ആവില്ല. അപ്പോൾ അത്രയും കാലം നമുക്ക് ഇത്രയും ഏരിയ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ നമുക്ക് കൊണ്ടുനടക്കാം. പിന്നെ ഈ ലൈറ്റുകളും കാര്യങ്ങളും മാക്സിമം നമ്മൾ വൈറ്റ് ലൈറ്റ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കാണണം ആ ഭാഗത്തെ ലൈറ്റ് മാത്രമാണ് മഞ്ഞ ചെയ്ത്. അതാ എന്താ പറയുക, ആ കടയിൽ നമ്മൾ ചെന്ന് പറഞ്ഞു. പക്ഷെ അവർ സാധനം ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അറിയണത്. പക്ഷെ നമുക്ക് വേറെ നിവൃത്തി ഉണ്ടായില്ല. അല്ലെങ്കിൽ പിന്നെ ആ ലൈറ്റ് നമ്മൾ വീണ്ടും മാറ്റി അടുത്ത ലൈറ്റ് വെക്കണം. തൽക്കാലത്തേക്ക് എന്താ പറയുക, എല്ലാം തികഞ്ഞ് ഇരിക്കണ്ട, ചെറുതായിട്ടൊരു
ഇതാവട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മൾ അതങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ബാക്കി കംപ്ലീറ്റ് വെള്ള മയാണ് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഹാർഡ് വുഡ് ഫ്ലോറ്, പിന്നെ ഇവിടെ എല്ലാം അങ്ങനെ ആയിരിക്കും എല്ലാ വീടുകളിലും. പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് സാധാരണ ആൾക്കാർ ടൈലാണ് ചെയ്യുക, നമ്മൾ പക്ഷെ അത് ചെയ്തില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹാർഡ് വുഡ് സെയിം പാറ്റേൺ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ട ആ പോർഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഇങ്ങോട്ടും സെയിം സാധനം, അല്ലാതെ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കബോർഡ്സ് ഇതൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നതാ. ഇപ്പൊ നമ്മൾ സാധാരണ നിലയ്ക്ക് ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് ഉണ്ടാവില്ല, അവിടെ കട്ടിങ് ചെയ്യേണ്ട ആവശ്യമായിരിക്കുക. അപ്പോൾ അത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഫുള്ള് കവർ ചെയ്തു, അതിന് ക്രൗൺ എന്നുള്ള കണ്ടീഷനിലെ പറയാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കംപ്ലീറ്റ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ വേണ്ട ഇതെല്ലാം നമ്മുടെ ഭാര്യയുടെ സെലക്ഷൻസ് ആണ് കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല അത്. പിന്നെ പുതിയ വീട് എന്ന് പറഞ്ഞാൽ അറിയാലോ, അപ്ലയൻസുകൾ കംപ്ലീറ്റ് നമ്മൾ മേടിക്കണം. പഴയ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് അപ്ലയൻസും കാര്യങ്ങളും കിട്ടും. അപ്പോൾ പുതിയ വീടിൻ്റെ നമ്മുടെ ഈ ഫ്രിഡ്ജ്, അപ്പോൾ ഈ ഫ്രിഡ്ജിക്ക് ഇടാനുള്ള ഗ്യാപ്പ് കണ്ട ഇങ്ങനെ പണിതിട്ട് ഇങ്ങനെ ഇത്രയും ഗ്യാപ്പ് കറക്റ്റായിട്ട് ഇട്ടിട്ട് അവർ പണിയും. ഇതൊരു സ്റ്റാൻഡേർഡ് സൈസാണ്. അപ്പോൾ പിന്നെ ആ മെഷർമെൻ്റ് എടുത്ത് നമ്മൾ സാധനം മേടിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്യാസ് സ്റ്റൗ ആണ്. സാധാരണ നിലയ്ക്ക് ഇവിടെ കോയിൽ വെച്ചിട്ടുള്ള സാധനമാണ് കിട്ടുക. നമ്മൾ ഇവിടെ ചെയ്തത് ഗ്യാസ് സ്റ്റൗ. അല്ലെങ്കിൽ നമ്മുടെ പെണ്ണുമ്പുള്ള ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യുന്ന സ്വഭാവമുള്ള ആയതുകൊണ്ട് പീക്ക് ടൈമും അങ്ങനെ നോക്കിയിട്ട് കുക്ക് ചെയ്യാൻ വലിയ പാടല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ വേണ്ടാന്നും പറഞ്ഞിട്ട് നമ്മളത് മാറ്റി ചെയ്തു. പിന്നെ പുതിയ വീടായതുകൊണ്ട് അറിയാലോ, അപ്ലയൻസ് മേടിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡിഷ് വാഷർ നമ്മൾ മേടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഫർണിച്ചറുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാ ഫർണിച്ചറുകളും വൈഫിൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് നോക്കിയെടുത്തു. പക്ഷേ ഈ കിടക്കുന്ന സാധനമല്ലേ, ഇത് കണ്ടപ്പോൾ എനിക്ക് ഇവിടെ നാട്ടിൽ ദിവാങ്കോട്ടിൻ്റെ ആ ഒരു ഫീൽ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് സ്വന്തം ഇഷ്ടത്തിന് തന്നെ അതൊന്ന് മേടിച്ചു. അതെന്താ കാരണം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ വരണ സമയത്ത് നമുക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് കണ്ടത് ഇങ്ങനെ ഈ അടിപൊളി നല്ല സുഖമായിട്ട്, തണ്ടലിനും സുഖം, പുറത്തിനും സുഖം, നല്ല സുഖം ഇങ്ങനെ ഉറങ്ങാനായിട്ട്. അപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ നമ്മൾ സമ്മറാവുമ്പോൾ എൻ്റെ കർത്താവേ സമ്മറാവണ സമയത്ത് ഞാൻ ഈ സാധനം എടുത്തിട്ട് നേരെ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഞാൻ ഇപ്പുറത്തേക്ക് ഇടും, ഈ വിൻഡോൻ്റെ അവിടേക്ക് ഇടും. ഇട്ട് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നല്ല വ്യൂ ആയിരിക്കും പുറത്തേക്ക്. ഇപ്പോൾ ഞാൻ കാണുമ്പോൾ നിങ്ങൾ എന്നെ കാണണം, പക്ഷെ നേരത്തെ കാണിച്ച ഇവിടെ മഞ്ഞുമല ഉണ്ടല്ലോ, അതിലേക്ക് നോക്കി രണ്ടെണ്ണം അടിച്ചിട്ട് ഇങ്ങനെ കിടക്കും. അടിപൊളിയാ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത സാധനം ഇതാണ്, അതായത് ഈ ഡൈനിങ് ടേബിള്. കാരണം ഈ ഡൈനിങ് ടേബിള് ഷോപ്പിൽ ഇങ്ങനെ കിടക്കണ കണ്ടപ്പോഴേ എനിക്കൊന്ന് എൻ്റെ എന്താ പറയുക മനസ്സൊന്ന് ആകർഷിച്ചു എന്ന് പറയില്ലേ. കാരണം ഈ ഒരു ഗ്ലാസിൻ്റെ സാധനവും പിന്നെ ഇതിൻ്റെ അടിയിൽ കണ്ട ഈ വുഡിൻ്റെ ഒരു ടെക്സ്ചർ, ഈ രണ്ട് സാധനവും വളരെ ലോങ്ങിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ രണ്ട് സാധനവും നമ്മൾ എന്താ പറയുക വല്ലാണ്ട് പൈസയുടെ ഒരു ഇത് നോക്കിയില്ല. എനിക്ക് തോന്നുന്നു വലിയ പൈസ ഒന്നും ഇല്ലാട്ടേന്, വല്ല 10,000-2,000 ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ പൈസ എന്ന് പറയാനായിട്ടൊന്നും ഇല്ലാതെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു പിക്ചർ എന്താ പറയുക വലിയൊരു കഥ ഇത്. കാരണം ഈ പിക്ചർ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ലൈഫ് തോന്നിയൊരു പിക്ചറാണ്. അപ്പോൾ ഞാനിത് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടതാ ഇത്. അപ്പോൾ ഞാൻ ആ കൂട്ടുകാരനോട് ഇത് ചോദിച്ചു പറഞ്ഞിട്ട് വന്നപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞ എന്നോട് ഒരു പണി ചെയ്യാം, നീ വീട് മേടിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ വക ഗിഫ്റ്റായിട്ട് ആ സാധനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഗിഫ്റ്റാണത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് നമുക്ക് പോവാം. കാരണം എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പോർഷൻ കണ്ട ഈ ഒരു സാധനമാണ്. നമ്മൾ 18ാം പടി എന്ന് പറയണ മാതിരി ഇങ്ങനെ കയറണം കണ്ട. ഈ ഒരു സാധനം മാത്രം എനിക്ക് ഈ വീട്ടിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത്. അതായത് സിംഗിളായിട്ടുള്ളൊരു കോണിയാണ് ഇതിന് കിടക്കണത്. അപ്പോൾ അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കഥപ്പൊക്കെ കയറി കഴിയുമ്പോൾ അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗസ്റ്റ് റൂമിലേക്ക് കിടക്കാം. ഈ ഗസ്റ്റ് റൂമിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതയും ഇല്ല, അതായത് നമ്മൾ ഉപയോഗിക്കാത്തൊരു മുറിയാണിത്. നമ്മൾ മേടിച്ച് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാത്തൊരു മുറിയാണ്. ഒരു ഡ്രസ്സർ, കണ്ണടിൽ എന്നെ കാണാമല്ലോ, അടിപൊളി. ഇത്രയും ഇതുണ്ട്. ഇത് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഈ വീടിന് 2 ബെഡ്റൂമാണ് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഉള്ളത്. ഇത് ഒരു
സിമ്പിളായിട്ടുള്ളൊരു സാധനം. ഒരു ചെറിയ സ്റ്റാൻഡിങ് ഷവറും എല്ലാം ആയിട്ടുള്ള ഒരു എല്ലാ വാഷ്റൂമിനകത്ത് നമ്മൾ ക്വാർട്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകുന്നതിലും ഒരു സ്റ്റോറേജ് പ്ലേസ് ഉണ്ട്. ഇതേ ഇവിടെ കണ്ടോ നമ്മുടെ പെട്ടിയും സാധനങ്ങളും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മളധികം ഉപയോഗിക്കുന്നില്ല. ഇത് ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം ബെഡ്റൂം ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും, പക്ഷെ ഉപയോഗിക്കൽ വളരെ കുറവായിരിക്കും. ഇത് നമ്മുടെ മുകളിലത്തെ കോമൺ വാഷ്റൂമാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടൈൽസും എല്ലാ സാധനങ്ങളെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് തന്നെ. ഇത് മോൻ ഉപയോഗിക്കുന്ന വാഷ്റൂമാണ്. ഇവിടെ ടബും സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. എന്തായാലും ചെറുക്കൻ ഇന്ന് നീറ്റായിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അടുത്തത് നമ്മളിവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെയുള്ള നമ്മുടെ രണ്ടാമത്തെ മുറി എന്ന് പറഞ്ഞാൽ ഒരു 1.5 മുറിയാണ്. ഈ മുറി നിങ്ങൾ കാണുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പല ഇതിനകത്ത് നമ്മളെ ഈ ഒരു സാധനം നമുക്കിവിടെ വിസിബിളാണ്. ഇങ്ങനത്തെ ഒരു ഫ്രെയിമിൽ ഇരുന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ഒരു കുഞ്ഞൊരു സ്റ്റുഡിയോ സെറ്റപ്പ്. ഇവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു. ചെയർ ഇപ്പോൾ തൽക്കാലം കൊച്ച് പഠിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയി. ഈ മുറി നമ്മൾ അതിനു വേണ്ടി നമ്മൾ അങ്ങനെ മാറ്റി വെച്ചേക്കാണ്. പിന്നെ ഈ വീട് കണ്ടോ, ഇത് മൊത്തം നമ്മൾ ഹാർഡ്വുഡാണ്. നമുക്ക് ഇതിനകത്ത് വേറെ ഒരു ഇതിനകത്ത് നമ്മൾ ഇത് വെച്ചിട്ടില്ല. എന്ത് വെച്ചിട്ടില്ല? നമ്മൾ കാർപ്പറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ ഹാർഡ്വുഡാണ് ചെയ്തേക്കണം. ഇത് പിള്ളേരുടെ മുറിയാണ്. ഇത് രണ്ടാമത്തെ പണിയാണ്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവൻ വൃത്തിയാക്കിയിട്ട് ബെഡൊക്കെ നീറ്റാക്കി ഇട്ടിട്ട് ആശാൻ അങ്ങനെ അങ്ങ് പോയേക്കാണ്. അപ്പോൾ ഇത് പിള്ളേരുടെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പോകാൻ പോണാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമ്മളിത് ഇനി നമ്മൾ പോകാൻ പോണാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ഇവിടെ ഒരു വാക്കിൻ ക്ലോസറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്ക് ഇവിടെ ഈ തുണികളൊക്കെയും ഇങ്ങനെ സ്റ്റോർ ചെയ്യുക പിടിക്കുകയൊക്കെയും ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങൾ. ഇതൊക്കെയും ബിൽഡർ വെച്ച് എന്നുള്ളതാണ് കേട്ടോ, നമ്മളായിട്ടൊന്നും ചെയ്തിട്ടുള്ളതൊന്നുമല്ല. പിന്നെ നമുക്കുള്ളത് ഇത് കഴിഞ്ഞ് നേരെ ഇവിടെ നമ്മുടെ മെയിൻ നമ്മുടെ വാഷ്റൂം ഇവിടെയാണ്. നമ്മുടെ മെയിൻ വാഷ്റൂം, ഇവിടെ ടബ്, അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മുടെ ക്വാർട്സ്, 2 സിങ്ക്, പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡിങ് ഷവർ. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു വാഷ്റൂമിനകത്ത് നമുക്ക് ഉള്ളത്. ഇത്രയും സാധനമാണ് ഈ വാഷ്റൂമിനകത്ത് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു വീട്ടിൽ. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ഇത്രയും എഫേർട്ടും എല്ലാം എടുത്ത് എല്ലാം നമ്മൾ ചെയ്തു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളിത് അപ്ഗ്രേഡ് ചെയ്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹാർഡ്വുഡ് ഇട്ടേക്കണു. നമ്മൾ ഇതിന് പകരം എന്താ പറയുക, നമ്മളത് പിന്നീട് ചെയ്യണമെങ്കിൽ നമ്മളിതെല്ലാം കുത്തി പൊളിച്ചിട്ട് നമ്മൾ വീണ്ടും ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ പൈസ നമുക്ക് കൂടുതലേ വരിക, കുറവല്ലേ വരിക നമുക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ തുടക്കത്തിൽ നമ്മൾ മെനക്കെട്ടിട്ട് അത് ചെയ്യുന്നത് തന്നെയാണ് ബുദ്ധി. കണ്ട ഈ കോണി കണ്ട ഇങ്ങനെ ഇറങ്ങണത്, ഇത് മാത്രമാണ് എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം. അത് ഈ വീട് കാണാൻ വന്നപ്പോഴേ പ്ലാൻ ഞാൻ കണ്ടപ്പോഴേ ഞാനൊന്ന് പറഞ്ഞായിരുന്നു ഈ ഒരു മാറ്റർ. എനിക്ക് ഇത് മാത്രം അങ്ങോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം സഹായിച്ച് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണാൻ പോകുന്ന നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മഡ്റൂമാണ്. അതിന് മുമ്പ് ഇവിടെ ഒരു പൗഡർ റൂമുണ്ട്, ഒരു കുഞ്ഞൊരു വാഷ്റൂം. നമുക്ക് കുളിക്കാൻ പറ്റില്ല, പ്രാഥമിക ആവശ്യം മാത്രം നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കുഞ്ഞൊരു പൗഡർ റൂം ഇവിടെയുണ്ട്. ഇനി നമ്മൾ കാണാൻ പോണ സ്ഥലം കുറച്ച് വൃത്തി കുറവുണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ലോണ്ടറി സാധനങ്ങൾ ചെറുതായിട്ട് സ്റ്റോറേജ് ഓൾറെഡി അലക്കാട്ടുണ്ട് അല്ലേ. അതെ, ഇവിടെ അലക്ക് പണി ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ശരിക്കും നമുക്ക് അറിയാലോ, ഗ്യാരേജിലേക്ക് നമുക്കൊരു പാസേജ് ഉണ്ട്. ഒരു മിനിറ്റ്, അയ്യോ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്ക് ഇവിടെ.
ഈ ഗ്യാരേജ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. കാരണം ഇത് ഗ്യാരേജ് ഉണ്ട്, ക്ലോസ്ഡ് ആണ്. നമുക്ക് എന്താ പറയുക വണ്ടിക്കും കയറ്റിയിടാം. പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരുപാട് സാധനങ്ങൾ, ലൈറ്റുകളും ഇന്ന് ഓൾറെഡി പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാർട്ട്ണർ സാധനം എടുത്ത് പോയി. എനിക്ക് ചെറിയൊരു പുറം വേദന ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവനെ വേറെ ആൾ കൂടെ നൈസായിട്ട് അങ്ങോട്ട് പറഞ്ഞു വെച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നേരെ ബേസ്മെൻറ്റിലേക്ക് പോവാം. നമ്മൾ മറ്റേ വീഡിയോയിൽ കണ്ടില്ലേ, നമ്മളൊരു എന്താ പറയുക മണ്ണൊക്കെ ഇട്ടിട്ട് നികത്തി വാർത്തൊരു സാധനം, അവിടേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങി പോണ സ്ഥലം. ഇത് നമ്മൾ ശരിക്കും ബേസ്മെൻറ്റ് നമ്മൾ പണിതിട്ടില്ല. സാധാരണ ഇത് പണിതിട്ട് ആൾക്കാർ വാടകയ്ക്ക് കൊടുക്കുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം കച്ചറയായിട്ട് കിടക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല ഈ ഒരു ഏരിയ. ഇടയ്ക്ക് രണ്ടാമത്തവൻ വന്നിട്ട് കുറച്ചേരം ബാസ്കറ്റ് ബോൾ ഡ്രിബിൾ ചെയ്യുന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഈ കാനഡയ്ക്ക് വന്നപ്പോൾ എനിക്ക് ഇതിനോട് പറയാനുള്ള കാര്യം, പല രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ എന്താ പറയുക ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മാറ്റി വയ്ക്കേണ്ട വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്കിവിടെ സമയം ചിലവാക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സാധനം എന്താണെന്നുള്ളത് വേറെ ഒന്നുമല്ല. ഇത് കണ്ട നിങ്ങൾ, കോർഗിൻ്റെ TR എന്ന് പറഞ്ഞിട്ടൊരു കീബോർഡും, പിന്നെ എൻ്റെ ഒക്ടാപേഡ്, പിന്നെ പ്ലസ് എൻ്റെ അക്കോസ്റ്റിക് ആയിട്ടുള്ള എൻ്റെ ഡ്രം സെറ്റും, കംപ്ലീറ്റ് സാധനം തുണിയിട്ട് മൂടിയിട്ടേക്ക് ഇവിടെ. ഈ കിറ്റിന് ഒരു ഏകദേശം ഒരു 2 രൂപ അടുപ്പിച്ച്, നാട്ടിലത്തെ ഒരു 1,00,000 രൂപ അടുപ്പിച്ച് വരും. ഇത് 3 നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. പക്ഷേ എന്താ ചെയ്യുക, ഈ പറഞ്ഞ തിക്കും തിരക്കിലും പെട്ട ജീവിതം, അതിൽ നമുക്ക് ഇതൊന്നും പറ്റില്ല. ഇത് നമ്മുടെ വീടിൻ്റെ മറ്റേ വയറിങ്ങിൻ്റെ പാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ശരിക്കും ഫിനിഷ്ഡ് അല്ല ഈ ബേസ്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരുമാതിരിക്കും പെട്ട സംഗതികൾ. നമ്മുടെ തഡ്മില്ല് ഇപ്പോൾ കുറച്ചായിട്ട് ഇത് വർക്കൗട്ട് പോലും ഒരു താങ്ങിയില്ല. സകല പരിപാടികൾ നമ്മൾ മാറ്റി. നമുക്ക് സമയമില്ല. നമ്മൾ ഇത്രയും മെനക്കെട്ടിട്ട് നമ്മൾ ഈ ഒരു സാധനം നമ്മൾ കിട്ടാൻ വേണ്ടി ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു. പക്ഷേ ചില ആൾക്കാർ പറയും, ഇത്രയും കാശ് കൊടുത്തു അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയും. ചില ആൾക്കാർ പറയും നല്ലതല്ലേ എന്ന് പറയും. അപ്പോൾ അമ്മേടതല്ല 2 വർഷം ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്ക് 2 കിലും കാര്യങ്ങൾ എടുക്കാമല്ലോ. ഞാനിത് കാണിച്ചതെന്താ വെച്ചെങ്കിൽ, നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടു. ആദ്യം ഒരു 25 ലക്ഷം കൊണ്ടേ കളഞ്ഞു. പിന്നെ വീണ്ടും ആ കൊറോണ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ ഈ സാധനം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളേക്കൊന്ന് കാണിച്ചാണ് നമ്മൾ. ഇത്രയും കഷ്ടപ്പെട്ടതിന് ഇപ്പോഴും നമുക്കൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോയിലൂടെ. അതപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി. ഓക്കെ.